അറിവിൻ്റെ തീർത്ഥാടനമായ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ 91ാമത് തീർത്ഥാടന സമ്മേളനത്തിൽ ഗുരുചര്യ തമിഴ് കർണാടക ദേശങ്ങളിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു പ്രത്യേക സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് നൽകിയ ദർശനങ്ങൾ കാലാതീതമായി നിലനിൽക്കുന്നതാണ്. ഗുരുദേവന് ജാതിയുടെയും മതത്തിൻ്റെയും കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും വേലിക്കെട്ടുകളില്ല. എല്ലാ അതിരുകൾക്കും അപ്പുറത്ത് കാലാതീതമായി നിലനിൽക്കുന്ന ലോകത്തിൻ്റെ ഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനം വളരെ വളരെ പ്രസക്തമാണ്. കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ നമുക്ക് വിശിഷ്ട അതിഥികൾ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടെ ഈ പറഞ്ഞത് 2-3 വാചകങ്ങളിൽ ഇംഗ്ലീഷിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദിസ് ഈസ് ആൻ ഹിസ്റ്റോറിക് മോമെൻറ്റ് in the 91st Shivagiri pilgrimage, which is the pilgrimage for attaining knowledge. A special session on Gurucharya in Tamil Nadu and Karnataka is being conducted, and I would take this opportunity humbly to congratulate and appreciate the very respected President Brahmasri Sachidananda Swamigal, General Secretary Subhangananda Swamigal, and all others of the Shivagiri Mutt for organizing this wonderful session. ഇത് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒന്നാണ്. ശ്രീനാരായണ ഗുരുദേവൻ ഈസ് ദ എംബോഡിമെന്റ് ഓഫ് ലവ് ഫോർ ഹ്യൂമൻ ബീയിങ്സ്, ലവ് ഫോർ ലിവിങ് തിങ്സ്, ഓൾ ലിവിങ് ക്രിയേച്ചേഴ്സ്, ലവ് ഫോർ നേച്ചർ ആൻഡ് കൈൻഡ്നെസ് ടു എവ്രി വൺ, ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, റിലിജിയൻ, everything. And Srinarayana Gurudevan is the universal symbol of humanity. Srinarayana Gurudevan വിശ്വമാനവികതയുടെ പ്രതിരൂപമാണ്, പ്രതീകമാണ്. അതുകൊണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെയും അതിരുകൾക്കുള്ളിൽ അല്ല, ആഗോളതലത്തിൽ ലോകത്തിന് മുഴുവനും ദർശനമായി നിൽക്കുന്ന, വെളിച്ചം പകരുന്ന മഹാഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ. അതുകൊണ്ട് നമുക്ക് ആ ഉത്തരവാദിത്വമുണ്ട്. ഞാൻ ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇതൊരു ഒരു ചരിത്രത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമായി ഇതിനെ കാണുകയാണ്. കാരണം ഗുരുദേവൻ്റെ ദർശനങ്ങൾക്കും വാക്കുകൾക്കും ഇന്ന് വളരെ 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 പ്രസക്തിയുണ്ട്, വളരെ പ്രസക്തി ഏറി വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഒന്നിൻ്റെയും പേരിൽ നമ്മൾ വിഭജിക്കപ്പെടാൻ പാടില്ല. ഒന്നിൻ്റെയും പേരിൽ ഇന്നലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഈ വേദിയിൽ, ശ്രീ പിണറായി വിജയൻ, അദ്ദേഹം ഈ വേദിയിൽ പറഞ്ഞതായി ഞാൻ മാധ്യമങ്ങളിൽ വായിച്ചത്, ഗുരുദേവൻ നമ്മിൽ നിന്ന് മാറ്റിക്കളഞ്ഞ കാര്യങ്ങളെ തിരികെ കൊണ്ടുവരേണ്ടതില്ല. വളരെ പ്രസക്തമായ കാര്യമാണ്. ജാതിയുടെയും മതത്തിൻ്റെയും വേലിക്കെട്ടുകൾ നമ്മൾ പൊളിച്ചു കളഞ്ഞതാണ്. അതിന് തിരികെ കൊണ്ടുവരേണ്ടതില്ല. അപ്പം ആ കാഴ്ചപ്പാടോടെ, ആ ദർശനത്തോടെ ഈ വർത്തമാന കാലഘട്ടത്തിൽ നാം നേരിടുന്ന വെല്ലുവിളികളെ അത് കാണുന്നതിനും അതിനെതിരെ പ്രവർത്തിക്കുന്നതിനും നമുക്ക് കഴിയണം. മനുഷ്യൻ ഒന്നാണ്. ആ മഹാദർശനമാണ് ഗുരുദേവൻ നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിനപ്പുറം ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്
ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഒരുപാട് സ്ഥാപനങ്ങൾ കർണാടകത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ഗുരുദേവൻ്റെ നാമധേയത്തിലുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ ദിക്കുകളിലും രാജ്യത്തിന് പുറത്തേക്കും ഗുരുദേവ ദർശനങ്ങളെ എത്തിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം തീർച്ചയായിട്ടും നമുക്കുണ്ട്. ഗുരുദേവൻ പറഞ്ഞ ഓരോ വാക്കും ഓരോ കാഴ്ചപ്പാടും നമ്മുടെ മുന്നിൽ നിറഞ്ഞു നിൽക്കുകയാണ്. And I would like to remember one thing, the event when Sri Rabindranath Tagore visited Srinarayana Gurudevan here 100 years ago. 100 വർഷം മുൻപ് രവീന്ദ്രനാഥ് ടാഗോർ ശ്രീനാരായണ ഗുരുദേവനെ കാണുവാനായി എത്തിച്ചേർന്ന സന്ദർഭം ഞാൻ ഇവിടെ അനുസ്മരിക്കുകയാണ്. After that meeting, what Tagore told others was that I had the fortune of visiting many places across the globe. ആ മീറ്റിങ്ങിന് ശേഷം ടാഗോർ മറ്റുള്ളവരോട് പറഞ്ഞത് ഇതാണ്: എനിക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി അനേകം പേരെ കാണുന്നതിന് അവസരം കിട്ടിയിട്ടുണ്ട്. I had the opportunity of visiting and meeting rishis and sannyasis. എനിക്ക് ഋഷിവര്യന്മാരെയും സന്യാസിമാരെയും കണ്ടുമുട്ടുന്നതിനുള്ള അവസരം ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. But I have never met such a person with such spirituality, or I have never met a person with more spirituality than ശ്രീനാരായണ ഗുരുദേവൻ. ഗുരുദേവനേക്കാൾ ആത്മീയ ഔന്നത്യമുള്ള മറ്റൊരു വ്യക്തിയെയും ലോകത്തൊരിടത്തും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ആത്മീയമായ ഔന്നത്യം വ്യക്തിയുടെ മനസ്സിൻ്റെ ശുദ്ധീകരണത്തിലും സമൂഹത്തിൻ്റെ ശുദ്ധീകരണത്തിലും എങ്ങനെയായിരിക്കണമെന്നുള്ളതാണ് ഗുരുദേവൻ നമ്മെ പഠിപ്പിച്ചത്, നമ്മെ കാണിച്ചു തന്നത്. ഒരു കാര്യം കൂടി ഞാൻ ഇതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഗുരുദേവൻ്റെ ശിഷ്യനായ സഹോദരൻ അയ്യപ്പൻ, അദ്ദേഹം ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഇക്കാര്യം ഗുരുദേവനോട് ചൂണ്ടിക്കാണിച്ചു. ഗുരു, അങ്ങയുടെ ശിഷ്യൻ്റെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. എന്തായിരുന്നു ഗുരുദേവൻ്റെ മറുപടി എന്നറിയുമോ? ഗുരുദേവൻ പറഞ്ഞത്, അയ്യപ്പൻ അങ്ങനെ പറയട്ടെ, പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിൽ ദൈവമുണ്ട് എന്നുള്ളതായിരുന്നു. നാം കാണേണ്ടത് ഉൾക്കൊള്ളലിൻ്റെ, അതുപോലെ സംവാദാത്മകതയുടെ ഒരു തലം, ആശയസംവാദങ്ങളുടെ ഒരു തലം, സ്വീകരിക്കപ്പെടലുകളുടെ ഒരു തലം, അംഗീകരിക്കുന്നതിൻ്റെ തലം, ഉൾക്കൊള്ളുന്നതിൻ്റെ തലം ഗുരുദേവൻ എങ്ങനെയാണ് നമ്മെ കാണിച്ചു തന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് അത് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടം വളരെ പ്രധാനമാണ്. നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഗുരുദേവ ദർശനങ്ങളെ അറിയുന്നതിനും അത് ജീവിതത്തിൻ്റെ ഏതെങ്കിലും അംശത്തിൽ സ്വാംശീകരിക്കുന്നതിനും അവസരം ലഭിച്ചവരാണ് നമ്മളെല്ലാവരും തന്നെ. തീർച്ചയായിട്ടും അത് നമ്മിൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം ഗുരുദേവ ദർശനങ്ങൾ ലോകത്തിന് പകരണം എന്നുള്ളതാണ്. അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഗുരുദേവൻ ദർശനങ്ങൾ ലോകത്തിന് പകർന്ന് ഗുരു കാണിച്ചു തന്ന വഴിയിലൂടെ നന്മയിലേക്ക് ലോകത്തെ നയിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മളുടെ ഉത്തരവാദിത്വം. ഈ സമ്മേളനം അതിന് കാരണമാകും എന്ന് ഞാൻ കരുതുകയാണ്. ഈ അറിവിൻ്റെ മഹാതീർത്ഥാടനത്തിൽ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരോടുമുള്ള ആദരവും സ്നേഹവും അറിയിച്ചുകൊണ്ട്, once again, with wholeheartedly, I would like to, with all due respect, I would like to appreciate and congratulate and assure all the support to Shivagiri Mutt, especially for organizing this session. ഈ സമ്മേളനത്തിന് ഒരിക്കൽ കൂടി ഇങ്ങനെ സംഘടിപ്പിച്ചതിൽ അനുമോദനങ്ങൾ അറിയിച്ചുകൊണ്ട് അഭിനന്ദരായിട്ടുള്ള സ്വാമിജിമാരുടെ അനുവാദത്തോടെ, വിശിഷ്ടാതിഥികളുടെ അനുവാദത്തോടുകൂടി ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.